ചേരുന്നുണ്ട്. സുനിഷ, ഏതായാലും അസ്വാഭാവിക മരണം തന്നെയാണ് എന്ന് ഉറപ്പാണ്. ഇക്കാര്യങ്ങളിൽ തുടക്കം മുതൽ തന്നെ വലിയ ദുരൂഹതയുണ്ട്. അത് നീക്കേണ്ടത് അനിവാര്യവുമാണ്. ഈ കല്ലറ പൊളിക്കാതെ, മൃതദേഹം പുറത്തെടുക്കാതെ, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്താതെ മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുമില്ല. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇപ്പോഴും അവിടെ പോലീസ് ഉൾപ്പെടെ തുടരുകയാണല്ലോ, അല്ലേ? അതെ വിനീത, ഏതായാലും പോലീസ് ചുറ്റിലുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായി വിവാദമായതിനു ശേഷം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിലും ഈ ഭാഗത്ത് എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അത് മറിച്ചായിരുന്നു. ഈ പറയുന്നത് പോലെ ഇതാണ് ഈ പറയുന്ന സമാധി എന്ന് പറയുന്ന ഈ കല്ലറ. ഇതാണ് വലിയ വിഷയമായി മാറിയിരിക്കുന്ന ഈ കല്ലറ. ഇവിടെ ഇതിനു ചുറ്റും ഇന്ന് അളവെടുക്കാനടക്കം ഉദ്യോഗസ്ഥരടക്കം വന്നപ്പോഴാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നമ്മൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ തന്നെയും നാടകീയമായ രംഗങ്ങളായിരുന്നു രാവിലെ മുതൽ കണ്ടിരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരമൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോഴും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ നേരത്തെ നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിലെ ദുരൂഹതയുടെ ചുരുളഴിച്ചുകൊണ്ട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നതായിരുന്നു. അതിനപ്പുറം ഈ ചില ആളുകൾ ഇപ്പോഴും ഇതിൽ ചില മതപരമായ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർഗീയത കൊണ്ടുവരുന്നു എന്ന ഭാഗം കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ സുരക്ഷയൊക്കെ തന്നെയും ഒരു ഭാഗത്ത് സജ്ജമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ഇതുപോലെ ടാർപോളിൻ വെച്ച ഈ പൂർണ്ണമായും ഈ കല്ലറയുടെ തൊട്ടു ചുറ്റിലും ടാർപോളിൻ വെച്ച് പൂർണ്ണമായും ഇപ്പോൾ കെട്ടിവെച്ചിരിക്കുകയാണ്. അതായത് ആളുകൾക്കൊന്നും ഈ അകത്തോട്ട് വരാൻ കഴിയാത്ത പാകത്തിന് മുഴുവനായും മൂടി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നേരത്തെ വന്നപ്പോഴും ഈ ചില സാരി കൊണ്ടൊക്കെ തന്നെയും ഈ കല്ലറയ്ക്ക് ചുറ്റും കെട്ടിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാരും ഒപ്പം തന്നെ കുറേ ആളുകൾ ഇരച്ചു കയറി ഈ ഭാഗത്തേക്ക് കയറിയപ്പോഴാണ് വീണ്ടും ഈ പറയുന്നത് പോലെ ക്രമസമാധാനം തകരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും സംഘർഷ സാധ്യതയുണ്ടാവുകയും സംഘർഷമുണ്ടാവുകയും ആളുകളെ മാറ്റുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായും ഒരു രണ്ടാൾ പൊക്കത്തിൽ തന്നെ ഇപ്പോൾ ടാർപോളിൻ വെച്ച് പൂർണ്ണമായും ഈ ഭാഗത്തെ മറച്ചിട്ടുണ്ട് എന്നതാണ്. ഇനി ഈ സബ് കളക്ടർ പറഞ്ഞതുപോലെ ഇന്നത്തേക്ക് താൽക്കാലികമായി ഇത് പൊളിച്ചു മാറ്റുന്നത് നിർത്തിവെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നോ നാളെയോ അടുത്ത ദിവസമോ ആയി ഇത് പൊളിക്കേണ്ടത് അത് അനിവാര്യമാണ്. നിയമത്തിൻ്റെ വഴിയിൽ തന്നെ ഈ കാര്യങ്ങൾ പോകേണ്ടതുമുണ്ട്. ഈ നാട്ടുകാർ പരാതി പറഞ്ഞിരിക്കുന്നത് പ്രകാരം മാൻ മിസ്സിങ്ങിന് ഇപ്പോൾ കേസെടുത്തുകൊണ്ട് നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് മക്കളുടെ മൊഴികളിലുമുള്ള വൈരുദ്ധ്യം അത് ദുരൂഹത ഏറ്റുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് വസ്തുത, എന്താണ് അതിലെ സത്യാവസ്ഥ എന്ന് പുറത്തു വരേണ്ടത് അത് അത്യാവശ്യമാണ്. അത് വേണമെങ്കിൽ ഈ കല്ലറ പൊളിച്ചു മാറ്റിക്കൊണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് എപ്പോഴാണ് ഏത് സമയത്താണ് മരിച്ചത്. ഇളയ മകൻ പറയുന്നത് പ്രകാരം വ്യാഴാഴ്ച 11 മണിയോടുകൂടി സമാധിയായി എന്നതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മരിച്ചിരിക്കുന്നത് എന്നതിലൊക്കെ തന്നെയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ പറയുന്നത് പോലെ ചുറ്റിലും നിൽക്കുന്ന ആളുകളുടെ ഒക്കെ ഉള്ളിലുള്ള സംശയങ്ങൾ അതൊക്കെ തന്നെയും ദൂരീകരിക്കേണ്ട ആവശ്യകത അത് അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മൾ രാവിലെ വന്നപ്പോഴൊക്കെ കണ്ടത് വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങളായിരുന്നു. കാരണം ഈ വീട്ടുകാരൊക്കെ തന്നെയും നാമം ചൊല്ലിക്കൊണ്ട് ഈ കല്ലറയ്ക്ക് തൊട്ടുമുന്നിലായി വന്ന് നിൽക്കുന്നൊരു കാഴ്ച കണ്ടു. അവരെ മാറ്റി നിർത്താൻ പോലീസ് വലിയ രീതിയിൽ പാടുപെടുന്നൊരു സ്ഥിതിയായിരുന്നു. അതിന് പിന്നാലെയാണ് ചില ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ചില ആളുകൾ കല്ലറ പൊളിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് വരികയും കല്ലറ പൊളിക്കുകയാണെങ്കിൽ പോലും കൃത്യമായ ഒരു നോട്ടീസ് അത് കുടുംബത്തിന് നൽകേണ്ടതല്ലേ എന്ന ചോദ്യവുമായി അഭിഭാഷകനും അടക്കം വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ തന്നെയും എല്ലായിടത്തും സമവായമായി സംസാരിച്ചുകൊണ്ട് തന്നെ അതിലൊരു തീരുമാനം എടുക്കണമെന്നതാണ് സബ് കളക്ടർ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. കാരണം ഈ കല്ലറയുടെ അളവുകളൊക്കെ തന്നെയും നേരത്തെ തന്നെ ഈ ഫോറൻസിക് സംഘവും പോലീസും ഒക്കെ തന്നെ എത്തി എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അളവുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത് എന്നതാണ്. ഇനി ഇത് കാണുന്നവർക്ക് ആദ്യം കൂടി ഒരു കാര്യം കൂടി പറയാം. ഈ തൊട്ടടുത്താണ് ഇവരുടെ വീട് എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്തായി തന്നെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ക്ഷേത്രം അതായത് ഇവർ തന്നെ 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ തന്നെ നിർമ്മിച്ച, അതായത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം തന്നെ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അതിന് തൊട്ടടുത്തായാണ് ഈ സമാധിയായി എന്ന് പറയുന്ന ഈ കല്ലറ, ഈ സ്ലാബ് വെച്ച് മൂടിയിരിക്കുന്ന ഈ സ്ഥലം. ഈ സ്ഥലത്ത് ഒരു പീഠമായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഗോപൻ സ്വാമി ഇടയ്ക്കിടെ വന്ന് ഇരിക്കാറുള്ള ഒരു പടിയായി അതിന് മുകളിൽ ഒരു നിരപ്പായ ഒരു സ്ഥലം, അവിടെ ഇരിക്കാൻ പാകത്തിനുള്ളൊരു സ്ഥലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇളയ മകൻ പറയുന്നത് പ്രകാരം അന്ന് വ്യാഴാഴ്ച അവിടെ വന്നതിന് ശേഷം അതിന് തൊട്ടു താഴെയായി അദ്ദേഹം ഇരിക്കുന്നു എന്നുള്ളതാണ്. 11 മണിയോടുകൂടി സമാധിയാകുമെന്ന് പറഞ്ഞ് അതിന് താഴെയായി ഇരിക്കുന്നു. അതിനുശേഷം സമാധിയായി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇളയ മകൻ മൂത്ത ജ്യേഷ്ഠനെ വിളിച്ചു വരുത്തുന്നതും
മൂത്ത ജ്യേഷ്ഠനും ഇളയ ഈ അനുജനും ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മൂത്ത മകൻ്റെ ഭാര്യയും ചേർന്ന് ഇവരെല്ലാവരുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് പറയുന്നത്. അതിനുശേഷം ഈ കല്ലറയിലേക്ക് മറ്റു പൂജാദ്രവ്യങ്ങളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മറ്റ് ഏതൊക്കെയോ തരത്തിലുള്ള കർമ്മങ്ങൾ പൂജാദ്രവ്യങ്ങളൊക്കെ തന്നെയും അകത്തിട്ടുകൊണ്ട് ഇത് മൂടി എന്നുള്ളതാണ് പറയുന്നത്. പൂർണ്ണമായും കോൺക്രീറ്റ് ഇട്ട് മൂടിയതാണ് എന്ന് കൃത്യമായി തന്നെ കാണാൻ കഴിയും. നമുക്ക് കാണാം ഇത്ര ഭാഗം അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണ്. അതായത് നേരത്തെ ഈ പീഠം എന്ന് ഞാൻ പറഞ്ഞിരുന്ന ആ അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് കാണുന്നതാണ് ഇവർ ഇവിടെ ഈ കോൺക്രീറ്റ് ചെയ്ത് ഈ ഒരു സ്ലാബ് വെച്ച് മൂടിയിരിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് ഈ സമാധി എന്ന് പറയുന്ന ഈ കല്ലറ. ഇതാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് പ്രകാരം അതിനകത്ത് സമാധിയായി അച്ഛൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മകൻ്റെ മൊഴിയിലും പറയുന്നത്. ഏതായാലും അതിലാണ് ഇനി വ്യക്തത വരേണ്ടത് എന്നതാണ്. പക്ഷേ ഈ വീട്ടുകാർ ഇപ്പോഴും പറയുന്നത് ഇതൊരു പാവനമായ സ്ഥലമാണ്, പരിശുദ്ധമായ ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ ആ ശക്തി പോകും, പവിത്രത പോകും എന്നതടക്കമുള്ള വിശ്വാസത്തിലൂന്നിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ്. അതാണ് തുടക്കം മുതൽ തന്നെ നമ്മൾ കാണുകയും ചെയ്തത്. അതായത് ഇത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ അതിൻ്റെ പാവനമായ രീതി നഷ്ടപ്പെടുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കുടുംബം ആവർത്തിച്ച് പറയുകയും ചെയ്തത്. ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനയിലെ ചില ആളുകൾ വന്നപ്പോഴും പറയുന്നത് അത്തരം കാര്യങ്ങളാണ്. പക്ഷേ നാട്ടുകാർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊട്ടയൽപ്പക്കത്തുള്ള ചില വീടുകൾ അവിടെ ഇവിടെ ഒക്കെ ആയി തന്നെ ഈ വീടിന് പരിസരത്ത് വീടുകളുണ്ട് എന്നതാണ്. പക്ഷേ ആ വീട്ടിലുള്ളവർ പോലും ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വ്യാഴാഴ്ച 11 മണിക്ക് തുടങ്ങി പൂജ നടത്തി ഈ കർമ്മങ്ങൾ ചെയ്ത് സ്ലാബിട്ട് മൂടൽ കഴിയുന്ന സമയമെന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഏകദേശം ഒരു ഉച്ചയോടുകൂടിയാണ് എന്നുള്ളത്, അല്ല ക്ഷമിക്കണം, പുലർച്ചെ ഒരു 3 മണിയോടുകൂടിയാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഒരു 8 മണിയോടുകൂടിയാണ് ഇവിടെ സമീപത്തുള്ള പോസ്റ്ററുകൾ കാണാം. അതാണ് വീട്, ഇതാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. സമീപത്തുള്ള ഈ പോസ്റ്റുകളിലൊക്കെ തന്നെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് നാട്ടുകാർ തന്നെ ഈ മരണവിവരം അറിയുന്നത് എന്നതാണ്. അവിടെയാണ് ഈ കഥയിലെ ദുരൂഹതയുടെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതെന്നാണ്. ആളുകൾ നെയ്യാറ്റിൻകര പോലീസിനോട് കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം പോലീസ് വന്നപ്പോഴാണ് ഈ സമാധിയായി എന്ന വിഷയത്തിൻ്റെ വലിയൊരു കാര്യങ്ങൾ അറിയുന്നത് എന്നതാണ്. മകൻ പറയുന്നു അച്ഛൻ ഇന്ന സമയം സമാധിയാകുമെന്ന് പറഞ്ഞ് അവിടെ പോയിരുന്നതാണ്. അതിനുശേഷം സമാധിയായി പിന്നീട് അവർ അവിടെ ഈ കോൺക്രീറ്റും സ്ലാബും ഒക്കെ വെച്ച് കെട്ടി എന്നുള്ളതാണ് ഈ മകൻ പറയുന്ന കാര്യം. അങ്ങനെയാണ് സംശയങ്ങൾ ഉയരുന്നത്. നാട്ടുകാർ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതക സാധ്യത പോലും ഉണ്ടോ എന്നതാണ് നാട്ടുകാരുടെ സംശയവുമായി ഉയരുന്നത്. പക്ഷേ ഇത്തരം സംശയങ്ങൾ ഉയരുമ്പോൾ ആ സംശയം ദൂരീകരിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത് അതിലൊരു വ്യക്തത വരേണ്ടതുണ്ടെങ്കിൽ ഇത് പൊളിച്ചു മാറ്റാതെ മറ്റു വഴികളില്ല എന്നതാണ്. അതാണ് നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള വഴി എന്ന് പറയുന്നത്. അത് പൊളിച്ചു മാറ്റി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടി ചെയ്യുന്നതോടുകൂടി തന്നെയാണ് മരണകാരണം എന്ത് എന്നത് വ്യക്തമാകും. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ ഈ യൂട്യൂബിൻ്റെ കമൻറ്റുകളിൽ പോലും വരുന്നത് പോലെ ഈ ഏതെങ്കിലും തരത്തിൽ ഇനി ഇങ്ങനെ സമാധിയായി എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊലപാതകം ചെയ്ത് ഇതേ രീതിയിൽ സമാധിയായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊളിക്കാതിരിക്കുമ്പോൾ അത് അവർക്ക് കൂടി ഒരു വളമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ എന്നൊരു സംശയം കൂടിയുണ്ട്. ഇതൊരു ആവർത്തിക്കാനുള്ള സാധ്യത കൂടി ഇല്ലേ എന്നൊരു കാര്യം കൂടി ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഗൗരവം അത് അത്രയേറെ വലിയതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അത് പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് വിനീത. ശരി, ഇന്നും നാളെയും ഏതായാലും പൊളിക്കേണ്ട എന്നത് തന്നെയാണ് തീരുമാനം. മറ്റന്നാളായിരിക്കും മിക്കവാറും ഈ സമാധി കല്ലറ പൊളിച്ച് പരിശോധനകൾ നടത്തുക. പോലീസ് സബ് കളക്ടർ